അമ്മേ, ഇവനെ നമുക്കൊന്ന് പിടിച്ച് കെട്ടിക്കണ്ടേ? നീ ഇപ്പൊ വായിച്ചത് എന്റെ മനസ്സാ ഗിരിമോനെ. ഇവനെ നമ്മള് വിചാരിക്കുന്ന പോലൊന്നും അല്ല. എന്തൊക്കെയോ ചില ചുറ്റിക്കളികളൊക്കെ ഉണ്ട്. പൂച്ച കണ്ണടച്ച് പാല് കുടിച്ച ആരും അറിയില്ലെന്നായി ഇവന്റെ വിചാരം. നേരെ എനിക്കും അത് തോന്നിയിരുന്നു അമ്മേ. അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ, അന്നൊരിക്കലും ഞങ്ങൾ കണ്ടില്ലേ ഇവനൊരു ഫ്രണ്ടിന്റെ കൂടെ ബീച്ചിൽ പോയത്? അതേതായാലും ഒരു ആൺ സുഹൃത്തിന്റെ കൂടെ ആയിരിക്കാൻ സാധ്യതയില്ല. അത് ഞാൻ അന്നേ ഉറപ്പിച്ചു പറഞ്ഞതാ, അല്ലേ സുമി? ആ, നീ എന്താ കഴിപ്പ് മതിയാക്കിയോ? മതി, വിശപ്പ് തോന്നുന്നില്ല. ഞാനേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോ ഒത്തിരി ലേറ്റ് ആയിരുന്നു. ഞാൻ സഹായിക്കണോ? ഏട്ടത്തിക്ക് എപ്പോ നോക്കിയാലും ഓരോ തിരക്കല്ലേ. എനിക്ക് പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് ഫ്രീ ടൈം ഉണ്ടല്ലോ, ഞാൻ ചെയ്തോളാം. എല്ലാവരും നല്ല മിടുക്കിമാരും മിടുക്കികളൊക്കെയാ, ഞാൻ മാത്രം ഒരു പൊട്ടത്തി. എന്റെ ജീവിതം ഒന്ന് നന്നാക്കാൻ വേണ്ടി ഞാൻ എന്തേലും ചെയ്താ അതെല്ലാം കൈയോടെ പിടിക്കപ്പെടും. എല്ലാവരുടെ മുന്നിലും ഞാൻ മാത്രം ഒരു മോശക്കാരിയാവുകയും ചെയ്യും. ഇപ്പൊ തന്നെ ഒന്ന് നോക്കിയേ, പ്രൊഫഷൻ ഒരു തടസ്സാകുന്നു കണ്ടപ്പോ ഏട്ടത്തി വയറ്റിൽ വളർന്ന സ്വന്തം കുഞ്ഞിനെ ഇല്ലാതാക്കിയില്ലേ? എന്നിട്ടെന്തായി? ഏട്ടത്തി ആഗ്രഹിച്ചതുപോലെ എല്ലാം വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നു. നിധിയേട്ടനുമായി നല്ലൊരു വിവാഹബന്ധം സ്വപ്നം കണ്ടു എന്നുള്ളൊരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. സ്നേഹിക്കുന്നവർ ഒരുമിച്ച് എവിടെയെങ്കിലും യാത്ര പോകുന്നത് നാട്ടു നടപ്പില്ലാത്ത കാര്യമൊന്നുമല്ലല്ലോ. ഏട്ടത്തിൻ ചെയ്തിട്ടില്ലേ അതൊക്കെ? പക്ഷെ ഞാൻ ചെയ്തപ്പോ അത് വലിയ വിഷയമായി പോയി. എല്ലാവരുടെ മുന്നിൽ മോശക്കാരിയായി പോയി. ഇവളൊരു വിഷവിത്ത് കൂടെ ചേർത്ത് നിർത്തിയില്ലെങ്കിൽ ആപത്ത്. അതന്നെ ഇതാണ് പറ്റിയ അവസരം. ജനിച്ച നാൾ മുതൽ വീട്ടിൽ പോലും 2ാം സ്ഥാനക്കാരിയായിരുന്നു ഞാൻ. എല്ലാവർക്കും എന്നെക്കാളും വലുത് എന്നും സുമിച്ചേച്ചിയായിരുന്നു. എല്ലാ സൗഭാഗ്യങ്ങളും തേടി വരുന്നത് എപ്പോഴും സുമിച്ചേച്ചി മാത്രമായിരുന്നു. ആഗ്രഹിച്ചൊന്നും നേടാനാവാതെ, കഴിവുണ്ടായിട്ടും കരിയർ പോലും പ്രൂവ് ചെയ്യാനൊരു അവസരം പോലും കിട്ടാതെ ഞാൻ മാത്രം ഇങ്ങനെ എന്റെ ജീവിതം മാത്രം എന്താ എടുത്ത് ഇങ്ങനെയായി പോയത്? നന്ദു, നീ ഇങ്ങനെ നിരാശപ്പെടല്ലേ, ഒക്കെ ശരിയാവും. അതിന് ഇനിയൊരു പുതിയ തലവരോടുകൂടെ ഞാൻ ഒന്നും കൂടെ ജനിക്കണം. ഈ ജന്മം നഷ്ടങ്ങളുടെ കണക്ക് മാത്രമേ എനിക്ക് വിധിച്ചിട്ടുള്ളൂ. സ്വന്തം ചേച്ചി പോലും നിന്നെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും ഈ ഏട്ടത്തിക്ക് നിന്നെ മനസ്സിലാവുന്നുണ്ട്. പ്രൊഫഷണൽ ലൈഫിൽ മുന്നേറിയ പണവും നല്ല കുടുംബജീവിതവും ഒക്കെ അതിന്റെ പിന്നാലെ വന്നോളും. അതുകൊണ്ട് വിവാഹത്തെക്കുറിച്ചോ കുടുംബത്തെക്കുറിച്ചോ ഒന്നുമല്ല നീ ഇപ്പൊ ചിന്തിക്കേണ്ടത്, കരിയറിനെ കുറിച്ച് തന്നെയാ. നീ സ്വയം തിരഞ്ഞെടുത്ത ഒരു പ്രൊഫഷൻ ഉണ്ടല്ലോ, മോഡലിംഗും അഭിനയവും. ആ 2 മേഖലകളിലും ഒരുപാട് അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കണം. പേരെടുത്ത മോഡലാവണം. ആളുകളെ കണ്ടാൽ അറിയുന്ന ഒരു മുഖമായി നീ മാറണം. അതിന് എനിക്ക് അവസരങ്ങൾ കിട്ടിയിട്ട് വേണ്ട എടുത്തി. അവസരങ്ങൾ നമ്മളെ തേടി വരില്ല, നമ്മൾ അത് തേടി പോവുകയാ വേണ്ടത്. എന്റെ കരിയറിൽ ഞാൻ സക്സസ്ഫുൾ ആയതിന് എന്റെ കഴിവ് മാത്രമായിരുന്നില്ല കാരണം. ഗിരിധർ നമ്പ്യാരുടെ പെങ്ങൾ എന്ന അഡ്രസ് ഉണ്ടായിരുന്നത് കൊണ്ട് കൂടിയാണ് ഡിസൈനിങ് ആൻഡ് മോഡലിംഗ് ഫീൽഡിൽ എനിക്ക് തിളങ്ങാനായത്. ആ സാനിയ നമ്പ്യാരുടെ അനിയത്തിക്കുട്ടിയാണ് നീ ഇപ്പോ. ആ തണല് മതി നിനക്ക് സക്സസ്ഫുൾ ആകാൻ. ഐ ക്യാൻ ഹെൽപ്പ് യു. എന്റെ മിലാനിലെ ഷോ ഒന്ന് കഴിയട്ടെ, അത് കഴിഞ്ഞ് തിരിച്ചു വന്നാലുടൻ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നറിയോ? ഇവിടെ കൊച്ചിയില് ഒരു മെഗാ ഫാഷൻ ഇവന്റ് സംഘടിപ്പിക്കും. നാഷണൽ ലെവലിലെ ടോപ്പ് ഡിസൈനർമാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് നടക്കുന്ന ഒരു ബിഗ് ബജറ്റ് ഫാഷൻ നൈറ്റ്. ആ ഫാഷൻ ഷോ നീ ആയിരിക്കും ലീഡ് ചെയ്യാൻ പോകുന്നത്.
ശ്രദ്ധിക്കപ്പെടുന്നത് നിന്റെ പേരും മുഖമായിരിക്കും. അതൊക്കെ ചെയ്യാൻ വേണ്ട കോണ്ടാക്ട്സ് എനിക്കുണ്ടെന്ന് നിനക്കറിയാലോ. അതൊക്കെ അറിയാം. പക്ഷെ സത്യമാണോ ഏട്ടത്തി പറയുന്നത്? എനിക്ക് വേണ്ടി ഏട്ടത്തി ഇതൊക്കെ ഡെഫിനറ്റ്ലി ഞാൻ ചെയ്തിരിക്കും. ആ ഷോ കഴിയുന്നതോടെ നന്ദിത ചന്ദ്രൻ കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന ഒരു മോഡലായി തീർന്നിരിക്കും. പിന്നെ അവസരങ്ങള് നിന്നെ തേടി വന്നുകൊണ്ടേയിരിക്കും. താങ്ക് യു ഏട്ടത്തി. താങ്ക് യു സോ മച്ച്. എന്താ ഏട്ടത്തി? ഇതുവരെ നടന്നതൊന്നും ഞാൻ ചോദിക്കാനും പറയാനും വരുന്നില്ല. പക്ഷെ തെറ്റുകൾ ഇനിമേലിൽ ആവർത്തിക്കരുത്. ഏട്ടത്തി എന്താ ഈ പറയുന്നത്? ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്നേ നിതീഷിന് വ്യക്തമായിട്ട് അറിയാം. എന്റെ അനിയത്തിയുമായിട്ട് ഒരു കൂട്ടുകെട്ടും വേണ്ട. അതെല്ലാം ഇന്നത്തോടെ അവസാനിപ്പിച്ചേക്കണം. അയ്യോ, ഏട്ടത്തി വല്ലാതെ തെറ്റിദ്ധരിച്ച സംസാരിക്കുന്നത്. ഞാനും നന്ദിതയും നല്ല ഫ്രണ്ട്സാ. ഇടയ്ക്ക് കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്, അത്രേ ഉള്ളൂ. അമ്പിയമ്മോനോട് നീ സംസാരിക്കുന്നത് മുഴുവനുമേ ഞാൻ വ്യക്തമായിട്ട് കേട്ടതാ നിതീഷ്. എന്നോട് ഈ പൊട്ടംകളി വേണ്ട. ഇനിയും നിന്റെ ചുറ്റിക്കളി തുടരാനാണ് തീരുമാനമെങ്കിൽ എനിക്കത് ഗിരിയുടെ അടുത്ത് പറയേണ്ടി വരും. അത് ഞാൻ ചെയ്തിരിക്കും. യാതൊരു മടിയില്ല എനിക്ക്. കാരണേ ഇതിന്റെ അനിയത്തിയുടെ ജീവിത. അതാ എനിക്ക് മറ്റെന്തിനേക്കാൾ പ്രധാനം. എന്താണ് ഇവിടെ ഒരു കുശലം പറച്ചില്? എന്തു പറ്റി? വലിയ ഗൗരവത്തിലാണല്ലോ. അതെ, വളരെ ഗൗരവമുള്ള ഒരു കാര്യം തന്നെയാണ് ഞാൻ ഇവന്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇവന്റെ പോക്കത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ലല്ലോ ഗിരി. പിടിച്ചു നിർത്തി ഒന്ന് ഉപദേശിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നി. അതാ ഞാൻ ചെയ്തോണ്ടിരുന്നത്. അത് അല്ലേട്ടാ, പിന്നെ ബുദ്ധിമുട്ടണ്ട, ഞാൻ പറഞ്ഞോളാം. വേറൊന്നുമല്ല ഗി, ലൈഫിനെ കുറിച്ച് കുറച്ചുകൂടെ പക്വതയും ഉത്തരവാദിത്വം ഒക്കെ കാണിക്കണമെന്ന് ഞാൻ നിതീഷിന്റെ അടുത്ത് പറയായിരുന്നു. ആ പറഞ്ഞത് വളരെ ശരിയാണ് സുമി. ഇവനെ പിടിച്ചേ ഒരു പെണ്ണ് കെട്ടിക്കാണ് ആദ്യം വേണ്ടത്. ഒരു കുടുംബം ആയാലേ ഉത്തരവാദിത്വം ഒക്കെ വരുള്ളൂ. ഓഫീസ് കാര്യങ്ങളിൽ ഇവൻ ഒന്നാന്തര ഉഴപ്പന. അല്ല സുമി, ഞാൻ നിന്നോട് വേറൊരു കാര്യം ചോദിക്കാനാ വന്നത്. നമ്മളിന്ന് വൈകിട്ട് അമ്പലത്തിൽ പോകുന്നുണ്ടോ? പിന്നെ അത് ഞാൻ നേരത്തെ പറഞ്ഞാണല്ലോ. അല്ല, അതിന്റെ ഒരുക്കങ്ങളൊന്നും കാണാത്തോണ്ട് ഞാൻ ഒന്നുകൂടെ ചോദിച്ചതേ ഉള്ളൂ. ഒരു 5 മണി കഴിയുമ്പോ നമുക്ക് ഇറങ്ങാട്ടോ. കുറച്ചായാലോ ഈ വഴിക്ക് കണ്ടിട്ടാ. ഓഫീസും കാര്യങ്ങളുമായിട്ട് അല്പം തിരക്കിലായി പോയി തിരുമേനി. സാരമില്ല, ചിന്തയിലും പ്രവൃത്തിയിലും അയ്യപ്പനുള്ളിടത്തോളം കാലം അത് ധാരാളം മതി. 41 ഇനി എത്ര ദിവസം കൂടിയുണ്ട്? 3 ദിവസം കൂടെ ഉള്ളു തിരുമേനി. നന്നായി വരട്ടെ. സ്വാമി ശരണം. സ്വാമി ശരണം. ഗിരി, ദേ നമ്മുടെ മണി. നടയടക്കാറായാലോ? മോൻ വീട്ടിൽ പോയില്ലേ? നടയടയ്ക്കുമ്പോ അച്ഛൻ സവാരിയൊക്കെ മതിയാക്കി ഓട്ടോയും കൊണ്ടുവരും. എന്നിട്ട് എന്നെ വീട്ടിൽ കൊണ്ടുപോകും.
മണിയുടെ അച്ഛനെ അമ്മയെ ഞാൻ കൂടി ഒന്ന് കാണണമല്ലോ. ഞങ്ങൾ മണിയുടെ വീട്ടിലേക്ക് വരട്ടെ? എന്ത് പറ്റി മണി? എന്റെ അമ്മ മരിച്ചിട്ട് 3 വർഷമായി. അച്ഛൻ രണ്ടാമതും കല്യാണം കഴിച്ചു. ഇപ്പൊ എനിക്ക് വേറൊരമ്മയുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ അമ്മയ്ക്ക് എന്നെ തീരെ ഇഷ്ടമല്ല. ഞാനത് അച്ഛനോട് എത്ര പറഞ്ഞിട്ടും അച്ഛന് മനസ്സിലാവുന്നില്ല. അതെന്താ മോനെ അങ്ങനെ? അച്ഛന്റെ മുന്നിൽ വെച്ച് അമ്മ എന്നോട് ഒത്തിരി സ്നേഹം അഭിനയിക്കും. അത് അച്ഛൻ വിശ്വസിക്കും. പക്ഷെ അതൊന്നും സത്യമില്ലെന്ന് എനിക്കറിയാം. എന്റെ സ്വന്തം അമ്മ എന്നെ സ്നേഹിച്ചതുപോലെ ലോകത്ത് ആരും എന്നെ അത്ര സ്നേഹിച്ചിട്ടില്ല. എന്റെ അമ്മ ജീവനോട് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ സഹായിക്കണോ ഏട്ടത്തി? ഏയ് ഇറ്റ്സ് ഓക്കെ, കഴിയാറായി. നാളെ എത്ര മണിക്കാ ഏട്ടത്തിയുടെ ഫ്ലൈറ്റ്? രാവിലെ 11 മണിക്ക് റിപ്പോർട്ട് ചെയ്യണം. ഏട്ടത്തി, ഞാനൊരു കാര്യം ചോദിച്ചാ ഏട്ടത്തി സത്യം പറയോ? ഈ നിധിയേട്ടൻ ആളെങ്ങനെയാ? അതെന്താ ഇപ്പൊ പെട്ടെന്ന് അങ്ങനെ ഒരു ചോദ്യം? അല്ല, നമുക്ക് ഒരാളെ കുറിച്ച് അറിയണമെങ്കിൽ അവരെ അറിയുന്നവരോട് തന്നെ ചോദിക്കണ്ടേ? അപ്പോ ഏട്ടനെ നിനക്ക് അടുത്തറിയില്ലെന്നാണോ? എന്നല്ല, എന്നാലും നിധിയേട്ടനും ഞാനും തമ്മിൽ ഇത്ര അടുത്ത സ്ഥിതിക്ക് ഓരോരുത്തര് ഓരോന്ന് പറയുന്ന കേൾക്കുമ്പോ മനസ്സിനൊരു... അങ്ങനെയാണെങ്കിൽ പ്രേമിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നതിന് മുമ്പല്ലായിരുന്നോ ഈ എനിക്കൊരൊക്കെ നടത്തേണ്ടിയിരുന്നത്? എന്റെ മനസ്സിലങ്ങനെ ഡൗട്ടൊന്നുമില്ല. എന്തായാലും ഗിരിയേട്ടന്റെ അനിയനല്ലേ. ഇന്നെന്താ ഇപ്പൊ പ്രശ്നം? ഇപ്പൊ ആരെന്ത് പറഞ്ഞു എന്നാ പറ, കേക്കട്ടെ. അത് സുമിത ചേച്ചി... അല്ല, ചേച്ചി വെറുതെ എന്നെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് പറയുന്നതെന്ന് എനിക്കറിയാം. എന്നാലും നിധിയേട്ടന്റെ പെങ്ങളായ ഏട്ടത്തിക്ക് ആരെക്കാളും കൂടുതൽ അറിയാലോ. അതുകൊണ്ട് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ഉള്ള കാര്യം തുറന്നു പറഞ്ഞ അതിവൾക്ക് എന്നോട് ദേഷ്യം തോന്നാനേ ഉപകരിക്കും. ഈ സിറ്റുവേഷൻ എങ്ങനെയാ ചെയ്യേണ്ടത് ഈശ്വര? സ്വന്തം ഏട്ടനെ കുറിച്ച് പറയാനാണ് ഇത്രയും ചിന്തിക്കുന്നത്. നിതീഷേട്ടനെ കുറിച്ച് എനിക്ക് കണ്ണും പൂട്ടി പറയാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നിധിയേട്ടൻ ബിസിനസ് കാര്യങ്ങളിൽ ഗിരിയേട്ടനെ പോലെ തന്നെയാ, വെരി ഷാർപ്പ് ആൻഡ് ഷ്രൂഡ്. പിന്നെ കൂട്ടുകാരെന്ന് പറഞ്ഞ ജീവന. അക്കാര്യത്തില് മാത്ര ഗിരിയേട്ടനുമായിട്ടൊരു വ്യത്യാസമുള്ളത്. ഗിരിയേട്ടന് ഫ്രണ്ട്സ് കുറവാണല്ലോ. പേരിന് ആകാശേട്ടൻ മാത്രമുണ്ട്. അതൊന്നുമല്ല ഞാൻ ചോദിക്കുന്ന ഏട്ടത്തി. വല്ല ദുശീലങ്ങളോ വരുതാത്ത കൂട്ടുകെട്ടുകളോ വേറെ ആരെങ്കിലുമായി മുമ്പ് എപ്പോഴെങ്കിലും? അയ്യോ, അത്തരം കാര്യങ്ങളൊന്നും നിതീഷേട്ടൻ ഞാനുമായിട്ട് സംസാരിക്കാറില്ലല്ലോ നന്ദു. ആരോടും ഒന്നും ഷെയർ ചെയ്യാത്ത ഒരു പ്രത്യേക ടൈപ്പാ നിതീഷേട്ടൻ. പിന്നെ അതുപോലെയുള്ള പേഴ്സണൽ വിഷയങ്ങളൊന്നും ചൂഴ്ന്ന് അന്വേഷിക്കാൻ ഞാൻ പോയിട്ടുമില്ല. പക്ഷെ ഞാൻ നിന്നോട് വേറൊരു കാര്യം പറയാം. മനസ്സുകൊണ്ട് നമുക്ക് എത്ര അടുപ്പമുള്ള ആളാണെങ്കിലും നമുക്കറിയാവുന്ന കുടുംബമാണെങ്കിലും ഒരു പരിധി വിട്ടടുക്കും മുമ്പ് സൂക്ഷിക്കേണ്ടത് നമ്മൾ പെൺകുട്ടികളാ. കല്യാണത്തിന് മുമ്പ് ഏതൊരാണിനോടും അത്രയ്ക്ക് അങ്ങോട്ട് അടുക്കാതിരിക്കുന്നത് തന്നെയാ നല്ലത്. നിതീഷേട്ടന്റെ കേസിലും കല്യാണം കഴിയുന്നത് വരെ നീ ആ അകലം പാലിക്കുന്നത് തന്നെയാ നല്ലത്. ശരിയെന്നാ, നാളെ യാത്രയല്ലേ. ചേച്ചി വേഗം കിടക്കാൻ നോക്ക്. എന്തായാലും ഗുഡ് നൈറ്റ്. ഓ, ഇലയ്ക്കും മുളനും കേടില്ലാതെ
ഒരു വിധത്തിൽ തടി തപ്പി. ഔ. അച്ഛന്റെ മുന്നിൽ വെച്ച് അമ്മ എന്നോട് ഒത്തിരി സ്നേഹം അഭിനയിക്കും. അത് അച്ഛൻ വിശ്വസിക്കും. പക്ഷെ അതൊന്നും സത്യമില്ലെന്ന് എനിക്കറിയാം. എന്റെ സ്വന്തം അമ്മ എന്നെ സ്നേഹിച്ചതുപോലെ ലോകത്ത് ആരും എന്നെ അത്ര സ്നേഹിച്ചിട്ടില്ല. എന്റെ അമ്മ ജീവനോട് ഉണ്ടായിരുന്നെങ്കിൽ ലോകത്ത് എവിടെയാണെങ്കിലും ഞാൻ കണ്ടുപിടിച്ചേനെ. ഗിരിയുടെ മനസ്സിനെ എന്താണ് കൊളുത്തി വലിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഗിരിയുടെ മനസ്സിനെ ഇത്രത്തോളം ഡിസ്റ്റർബ് ചെയ്യുന്ന ആ വിഷയത്തില് എന്തിനാ ഇങ്ങനെ ഒരു മൗനം? ഗിരിക്കിന്റെ അടുത്ത് തുറന്ന് സംസാരിച്ചൂടെ? ഗിരി ചോദിച്ചാൽ മാത്രം പറയാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ എന്റെ മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ട്. വേറൊന്നുമല്ല സുമി, ആ കുട്ടി പറഞ്ഞൊക്കെ കേട്ടപ്പോ ഞാനെന്തോ എന്റെ ജീവിതവുമായി അതൊക്കെ കൂട്ടി വായിച്ചു പോയി. ചിലപ്പോ അങ്ങനെ വായിക്കപ്പെടാൻ വേണ്ടി ആയിരിക്കാം ദൈവം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കിയത്. ഞാനൊരു കാര്യം ചോദിച്ചാ ഗിരി എന്നോട് സത്യം പറയോ? ആ സോറി, ആക്ച്വലി ഞാൻ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഗിരി സ്വാമിയല്ലേ, നോണ പറയാൻ പറ്റില്ലല്ലോ. ഗിരിയുടെ സ്വന്തം അമ്മയെക്കുറിച്ച് ഗിരിയുടെ മനസ്സിൽ എന്തെങ്കിലും ഓർമ്മകൾ അവശേഷിക്കുന്നുണ്ടോ? സ്വാമിയാണേ, നോണ പറയല്ലേ. ഒത്തിരൊന്നും പറഞ്ഞില്ലെങ്കിലും വേണ്ടില്ല. ഒരുപാടുണ്ട് സുമി. അതൊന്നും നല്ല ഓർമ്മകളല്ലേ? ആണ്, എല്ലാം നല്ല ഓർമ്മകളാണ്. പിന്നെ എന്തിനാ അമ്മയെ വെറുക്കുന്നത്? എനിക്ക് എന്റെ അമ്മയോട് വെറുപ്പൊന്നുമില്ല സുമി. പിന്നെ ഇത്രയും നാളും ആ അമ്മയെക്കുറിച്ച് ഒരു വാക്കുപോലും കേൾക്കാൻ ഗിരി തയ്യാറാവാത്ത എന്തായിരുന്നു? അമ്മയുടെ ഒരു ഫോട്ടോ എന്റെ കയ്യിൽ കിട്ടിയതിന്റെ പേരില് അത്രയും വലിയൊരു പ്രശ്നം ഉണ്ടാക്കിയെന്തിനാ? എന്റെ മനസ്സ് നിറയെ സങ്കടമായിരുന്നു സുമി. പെറ്റമ്മയെ ഏറ്റവും കൂടുതൽ വേണ്ട ഇളം പ്രായത്തിൽ യാതൊരു കാരണവുമില്ലാതെ എന്നെ ഇട്ടെറിഞ്ഞു പോയ അമ്മയോടുള്ള സങ്കടം. പിന്നീട് അങ്ങോട്ട് അമ്മ കൂടെ ഇല്ലാത്ത ഒരു ജീവിതം പഠിച്ചെടുക്കാൻ ഞാൻ ഒത്തിരി പാടുപെട്ടു സുമി. അങ്ങനൊരു ജീവിതം ഗിരി പഠിച്ചതോ അതോ ഗിരിയെ പഠിപ്പിച്ചതോ? ഒരമ്മയും 10 മാസം ചുമന്ന് നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ വെറുതെ ഉപേക്ഷിച്ചു പോവില്ല. മഹാലക്ഷ്മി അമ്മ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവർക്കതിന് അത്രയും വലിയൊരു കാരണം ഉണ്ടായിട്ടുണ്ടാവും. അതെന്തുകൊണ്ടാ ഗിരി ചിന്തിക്കാതിരുന്നത്? സ്വാമിമാർ കള്ളം പറയാൻ പാടില്ല എന്ന് മാത്രമല്ല, സ്വാമിമാരുടെ അടുത്തും കള്ളം പറയാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ഗിരിയുടെ അടുത്ത് തുറന്നു പറയാൻ പോവാ. ഞാൻ കോഴിക്കോട് വെച്ച് മഹാലക്ഷ്മി അമ്മയെ കണ്ടിരുന്നു. അമ്മേനോട് ഒട്ടും നന്നായിട്ട് പ്രതികരിച്ചില്ല. അത് സ്നേഹക്കുറവുകൊണ്ടൊന്നുമല്ല. അമ്മ ആരെയോ ഭയപ്പെടുന്നുണ്ട്. ഗിരി, നമ്മൾ ഒരാളെ അറിയാതെ അവരുടെ സാഹചര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ അവരെ തെറ്റിദ്ധരിക്കാൻ പാടുണ്ടോ? ഗിരിയോട് മഹാലക്ഷ്മി അമ്മ ചെയ്തത് തെറ്റായിരുന്നെങ്കിൽ, അതൊരു അന്യായമായിരുന്നെങ്കിൽ പൂർണ്ണമായിട്ടും ഞാൻ ഗിരിയുടെ കൂടെ തന്നെ നിൽക്കും. പക്ഷെ അതെങ്ങനെ ആയിരുന്നോ അല്ലയോ എന്ന് നമുക്കൊന്ന് ഉറപ്പുവരുത്തണ്ടേ? മഹാലക്ഷ്മി അമ്മയെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ തന്നെ എന്റെ തീരുമാനം. ഗിരി ദയവ് ചെയ്ത് എതിർക്കരുത്. അച്ഛൻ നേരത്തെ റെഡിയായോ? ഇനി ഞാൻ കാരണം താമസം വേണ്ടാന്ന് കരുതി. നമ്മൾ ഈ ട്രെയിനിലും ബസ്സിലും ഒക്കെ ചാടിക്കേറി പോകുന്ന പോലെ അല്ലല്ലോ. അത് ശരിയാ. ഒരു 2 മണിക്കൂർ മുമ്പ് റിപ്പോർട്ട് ചെയ്യണം. എടി സനു, ഇനി വൈകണ്ട, വേഗം വാ.